പാനൂർ ബോംബ് സ്ഫോടന കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൂടി ജാമ്യം ലഭിച്ചു. 6-ാം പ്രതി സായൂജ്, 7-ാം പ്രതി അമൽ ബാബു എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. ഫെലിക്സ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ഫെലിക്സ്, കൂടുതൽ പേർക്ക് ജാമ്യം ലഭിക്കുകയാണ്. പോലീസിന്റെ തികഞ്ഞ അലംഭാവം സംഭവിച്ച കേസിലാണല്ലോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ഇന്നലെ 3 പേർക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പ്രതികൾ കൂടി 6-7 ജാമ്യം ലഭിച്ചത്. 90 ദിവസമായി കുറ്റപത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യം ലഭിക്കാനായുള്ളത്. ഇപ്പോൾ ജാമ്യം കിട്ടിയ സായുജും അമൽ ബാബുവും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹികളാണ്. അമൽ ബാബു ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയും സായുജ് കിടങ്ങാമ്പോയി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമാണ്. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാൻ ഒരവസരം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് പോലീസ് തന്നെ ഒരുക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന മുന്നോടിയായിട്ടൊരു നടപടിയാണത്. പക്ഷേ നിയമോപദേശം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുറ്റപത്രം നൽകാൻ വൈകുന്നത്. അതിന്റെ പ്രൊസീജിയർ പൂർത്തിയായിട്ടില്ല എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വരും ദിവസങ്ങളിൽ മറ്റു പ്രതികൾക്കും ജാമ്യം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും അങ്ങനെ പ്രത്യേക താല്പര്യമുള്ള കേസുകളിൽ കുറ്റപത്രം വൈകും. CPM-മാർ പ്രതിയായ കേസാണിത്. ഈ കേസിൽ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആ കേസിലാണ് ഇപ്പോൾ 2 പ്രതികൾ കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.